അവർ എത്രയോ തവണ ബയോളജി വായിച്ചിട്ടുണ്ട്. പക്ഷേ എത്ര തവണ വായിച്ചാലും എക്സാമിന് നമുക്ക് കറക്റ്റ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു എക്സാമിന് എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നോ അതേ രീതിയിൽ വേണം നമ്മൾ ഓൾറെഡി പഠിക്കുന്ന പാറ്റേണും കൂടെ മാറ്റാൻ. ഹലോ, ഇപ്പോൾ നീറ്റ് എക്സാമിന് ഇനി വെറും 2 മാസം മാത്രം സമയമുള്ള ഒരു സിറ്റുവേഷനിലാണ് നിങ്ങൾ എല്ലാവരും നിൽക്കുന്നത്. ഇതിലിപ്പോൾ പലരും ആദ്യമായിട്ട് നീറ്റ് എഴുതുന്നവരാവാം, അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യുന്നവരാവാം, റിപ്പീറ്റ് ചെയ്യുന്നവരാവാം, അല്ലെങ്കിൽ അതിൽ കൂടുതൽ തവണ നീറ്റ് എക്സാം എഴുതുന്നവരായിരിക്കാം. അപ്പോൾ ഈ ഒരു വർഷത്തെ നീറ്റ് ജേർണിയിൽ നമ്മൾ ഇത്രയും കാലം ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഒരുപാട് എക്സാംസ് എഴുതി, നമ്മൾ നോട്ട്സ് എഴുതി, പിന്നെ നമ്മൾ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അവസാനത്തെ 2 മാസം എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തിനെ കുറിച്ച് നിങ്ങൾക്കൊരു വ്യക്തമായ ധാരണ വേണം. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മൾ ഇതുവരെ ഒരു ചാപ്റ്റർ ഒട്ടും പഠിച്ചിട്ടില്ല. അപ്പോൾ ഇനി ഒരാഴ്ച ഇരുന്നിട്ട് ആ ചാപ്റ്റർ പഠിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മറ്റ് സൈഡിൽ ഒരുപാട് ചാപ്റ്റേഴ്സ് റിവിഷൻ ചെയ്യേണ്ട സമയമാണ് അവിടെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വെൽ പ്ലാൻഡ് ആയിട്ട് വേണം ഇനിയുള്ള ഒരു 2 മാസം എങ്ങനെ പഠിക്കണം, എങ്ങനെ റിവൈസ് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കാൻ. ഇപ്പോൾ നമ്മൾ ലാസ്റ്റിലേക്ക് ഈ ഒരു 2 മാസം സമയമുള്ള സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് കൂടുതലായിട്ടും എക്സാംസ് ആണ്. നമ്മൾ തിയറി വീണ്ടും വായിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് എക്സാംസ് എങ്ങനെ എഴുതണം, എക്സാംസിൻ്റെ സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന മിസ്റ്റേക്സ് എന്തൊക്കെയാണ്, ടൈം മാനേജ്മെൻറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല. അതുകൊണ്ട് മാക്സിമം ലാസ്റ്റിലേക്ക് എക്സാംസ് എഴുതുക. ലേൺ ഫ്രം എക്സാംസ്, അതായത് എക്സാംസിന് എന്തൊക്കെ തെറ്റ് പറ്റുന്നോ, ഏത് ടോപ്പിക്കാണ് നമുക്ക് വീക്കായിട്ടുള്ളത്, അങ്ങനെയുള്ള ഏരിയ ഫോക്കസ് ചെയ്തിട്ട് അതിൽ നിന്ന് വീണ്ടും കുറച്ച് ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻസ് ചെയ്ത് അങ്ങനെ വേണം നമ്മൾ മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട്. ലാസ്റ്റ് 2 months ആണുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ 2 monthsനെ ഡിവൈഡ് ചെയ്തിട്ട് ഒരു 3 round ഓഫ് റിവിഷൻസ് ചെയ്യുന്ന രീതിയിൽ വേണം മുന്നോട്ടേക്ക് പോകാൻ. അതിൽ ഫസ്റ്റ് റൗണ്ട് റിവിഷൻ നിങ്ങൾ ഓൾമോസ്റ്റ് എല്ലാ ചാപ്റ്റേഴ്സിൽ നിന്നും ഒരു അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് വേണം പോകാൻ. സെക്കൻഡ് റൗണ്ട് ഓഫ് റിവിഷനിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഷോർട്ട് നോട്ട്സ് മാത്രം വായിച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്ത്, അല്ലെങ്കിൽ NCERT ക്വസ്റ്റ്യൻസ് മാത്രം കവർ ചെയ്തിട്ട് പോവാം. തേർഡ് റൗണ്ട് ഓഫ് റിവിഷൻ എന്ന് പറയുന്നത് നീറ്റ് എക്സാമിൻ്റെ ഒരു 2 weeks മുന്നേ ഉള്ള റൗണ്ട് ആയിരിക്കണം. അതിൽ നമ്മൾ ഷോർട്ട് നോട്ട്സ് മാത്രം സ്പീഡിൽ വായിച്ചു പോവുക, ബയോളജി NCERT മാത്രം വായിക്കുക, അല്ലെങ്കിൽ ഇൻഓർഗാനിക് ആണെങ്കിലും അതേപോലെ തന്നെ ഓർഗാനിക് ആണെങ്കിലും ഒക്കെ നിങ്ങൾ നോട്ട്സ് എഴുതി വെച്ച കാര്യങ്ങൾ മാത്രം പഠിച്ചുകൊണ്ടിരിക്കുക. ഇനി ഒരിക്കലും ഇതുവരെ ടെക്സ്റ്റ് വായിക്കാത്ത ചാപ്റ്റർ ആദ്യമായിട്ട് ഇരുന്ന് ടെക്സ്റ്റ് വായിക്കരുത്. അതേപോലെ ഇതുവരെ ചെയ്യാത്തൊരു ഗൈഡ് എടുത്തിട്ട് ആദ്യമായിട്ട് ഇരുന്ന് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യരുത്. ഇതുവരെ നിങ്ങൾ എന്താണോ പഠിച്ചത് ആ കാര്യം തന്നെ വീണ്ടും റിവിഷൻ ചെയ്ത് മുന്നോട്ടേക്ക് പോവാണ് വേണ്ടത്. നമ്മളിപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ റിപ്പീറ്റ് ആണെങ്കിലോ റിപ്പീറ്റ് ആണെങ്കിലോ നമ്മൾ ഈ ഒരു ജേർണീൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ അതൊക്കെ നമ്മളിപ്പോൾ മറന്നു പോയിട്ടുണ്ടാവാം. അതുകൊണ്ട് അതൊക്കെ വീണ്ടും ബ്രഷപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ലാസ്റ്റ് 2 monthsൽ നമ്മൾ ചെയ്യേണ്ടത്. മാത്രമല്ല നമ്മളെ കോൺഫിഡൻസ്, അതായത് ഒരു എക്സാം, നീറ്റ് എക്സാം പോലെയുള്ള ഒരു വലിയ എക്സാം നമ്മൾ എഴുതുന്ന സമയത്ത് നമുക്ക് എന്തായാലും ടെൻഷൻ ഉണ്ടാവും. മാത്രമല്ല നമ്മുടെ പാരൻസിന് നമ്മളോടുള്ള എക്സ്പെക്റ്റേഷൻ, നമ്മളെ ആഗ്രഹം എല്ലാം കൂടിയിട്ട് നമ്മളൊരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സ്റ്റേറ്റിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ഒരു സമയത്ത് ചെറിയ എക്സാംസ് എഴുതുന്നത്, അതേപോലെ തന്നെ മോക്ക് എക്സാംസ് എഴുതുന്നത്, 720 എക്സാംസ്, ഇങ്ങനെയുള്ള എക്സാംസ് ആണ് നിങ്ങളെ ഈ എക്സാം ഫിയർ മാറ്റാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പം ഞാനെല്ലാം പഠിച്ചു തീർന്നു കഴിഞ്ഞതിൻ്റെ ശേഷം മാത്രമേ മോക്ക് എക്സാം എഴുതുള്ളൂ എന്ന് വിചാരിക്കുകയാണെങ്കിൽ നമ്മളെല്ലാം പഠിച്ചു തീർന്നിട്ട് ഏറ്റവും ബെസ്റ്റായിട്ട് എഴുതാൻ പോകുന്ന എക്സാം നമ്മുടെ നീറ്റ് എക്സാം ആണ്. അതുകൊണ്ട് എല്ലാം പഠിച്ചു തീർന്നിട്ട് നീറ്റ് എക്സാം മാത്രം എഴുതിയാൽ പോരല്ലോ. നിങ്ങൾ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണോ പഠിക്കുന്നത്, ഇപ്പോൾ ഡോപ്പയിലെ സ്റ്റുഡൻ്റ് ആണെങ്കിലും എവിടെ പഠിക്കുകയാണെങ്കിലും നിങ്ങൾ എങ്ങനെ പഠിക്കുകയാണെങ്കിലും നിങ്ങൾ എക്സാംസ് ഒരിക്കലും സ്കിപ്പ് ചെയ്യാതിരിക്കുക. അപ്പോൾ എല്ലാം പഠിച്ച് തീരണം എന്നില്ല, നമുക്ക് എത്രയാണോ അറിയുന്നത് ആ മാർക്ക് കിട്ടിയാൽ മതി എന്ന് വിചാരിച്ചിട്ട് എക്സാം എഴുതുക. എന്നിട്ട് എക്സാമിൽ വരുന്ന തെറ്റുകൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ചെറിയ മിസ്റ്റേക്സ് ബുക്സ് പോലെയുള്ള കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്തിട്ട് മുന്നോട്ടേക്ക് പോവാം. ഇപ്പോൾ 720 എക്സാംസ് ഒക്കെ നടക്കുന്ന സമയത്ത് ചില കുട്ടികൾ പറയാറുണ്ട് ഇപ്പോൾ 300+ സ്കോർ ബയോളജിയിൽ കിട്ടുന്നില്ല എന്നുള്ളത്. അങ്ങനെയുള്ള സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായും ബയോളജി ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് പഠിക്കണം. MCQs ഡെഫിനറ്റ്ലി ബയോളജീൻ്റെ ചെയ്ത് പഠിക്കണം. കാരണം അവർ എത്രയോ തവണ ബയോളജി വായിച്ചിട്ടുണ്ട്. പക്ഷേ എത്ര തവണ വായിച്ചാലും എക്സാമിന് നമുക്ക് കറക്റ്റ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു എക്സാമിന് എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നോ അതേ രീതിയിൽ വേണം നമ്മൾ ഓൾറെഡി പഠിക്കുന്ന പാറ്റേണും കൂടെ മാറ്റാൻ. ഒരു തവണ NCERT വായിക്കുന്നതിന് പകരം നിങ്ങളൊരു ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻ ബുക്ക് എടുത്തിട്ട് ബയോളജി ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് ആ ഒരു ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻ തീരുന്നതിൻ്റെ കൂടെ തന്നെ ആ ഒരു ചാപ്റ്റർ കവർ ചെയ്യുന്ന രീതിയിൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് അപ്രോച്ച് ചെയ്യുന്ന കാര്യം കുറച്ചും കൂടെ സിമ്പിളായിട്ട് മാറും. അങ്ങനെ നിങ്ങളുടെ വീക്ക്നെസ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ഇൻഓർഗാനിക് ആണോ, ഓർഗാനിക് ആണോ, ഫിസിക്കൽ കെമിസ്ട്രി ആണോ, അല്ലെങ്കിൽ ഫിസിക്സ് ആണോ, ഏതാണ് നിങ്ങളുടെ വീക്ക്നെസ് എന്ന് മനസ്സിലാക്കിയിട്ട് അതിൽ കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ സ്ട്രെങ്ത്തിനും ഒട്ടും മോശം സംഭവിക്കാത്ത രീതിയിൽ എല്ലാം ബാലൻസ് ചെയ്ത് കൊണ്ടുപോവാണ് ഈ ഒരു ലാസ്റ്റ് 2 months വേണ്ടത്.
മാത്രമല്ല അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ മെൻ്റൽ ഹെൽത്തും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ എക്സാമിൻ്റെ ദിവസം എന്താവും എന്ന് ആലോചിച്ച് നമ്മൾ ഇപ്പോഴേ ടെൻഷൻ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് പഠിക്കാൻ പറ്റില്ല. ഇന്നത്തെ ദിവസം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇന്നത്തെ ദിവസം എനിക്ക് എന്തൊക്കെ പഠിക്കാൻ പറ്റും, എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും, ഇന്നത്തെ ഷെഡ്യൂൾ എന്താണെന്നുള്ളത് രാവിലെ തന്നെ പ്ലാൻ ചെയ്തിട്ട് അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് പഠിക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ കഴിഞ്ഞ ദിവസത്തെ കുറിച്ച് ആലോചിച്ചിട്ടോ അല്ലെങ്കിൽ 2 മാസം കഴിഞ്ഞ് വരാൻ പോകുന്ന എക്സാമിനെ കുറിച്ചോ ആലോചിച്ച് ടെൻഷൻ അടിച്ചിട്ട് നമുക്ക് ഇന്നത്തെ ദിവസം പ്രൊഡക്റ്റീവ് ആക്കാതിരിക്കുന്നതിൽ വലിയ കാര്യമില്ലല്ലോ. അപ്പം ഇന്നത്തെ ദിവസം എന്താണെന്ന് ചെയ്യേണ്ടത് മാത്രം ആലോചിച്ച് ആ പ്ലാനിങ് ഉണ്ടാക്കി ആ പ്ലാനിങ്ങിൽ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് മുന്നോട്ടേക്ക് പോവുക. ലാസ്റ്റ് 2 മന്ത്സിൽ ഒരു 3 റൗണ്ട് ഓഫ് റിവിഷൻസ് ഉഷാറായിട്ട് ചെയ്യാം. 3 സബ്ജക്ട്സും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പഠിച്ചു തുടങ്ങുമ്പോൾ എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നമാണ് ഫിസിക്സ് ആണ് ടഫ് എന്ന് പറയുന്നത്. പക്ഷേ ഒരു മിഡിലേക്ക് എത്തുമ്പോൾ നമുക്ക് കെമിസ്ട്രി ആവും ടഫ്. പക്ഷേ അവസാനത്തേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് ബയോളജിയാണ് ഏറ്റവും ടഫ് എന്ന് തോന്നും. കാരണം എന്താ, നീറ്റ് എക്സാമിന് ബയോളജി എല്ലാവരും ഫുൾ മാർക്ക് വാങ്ങിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഫുൾ മാർക്ക് കിട്ടാതെ മോക്ക് എക്സാമിനൊക്കെ ഫുൾ മാർക്ക് കിട്ടാതെ വരുന്ന സമയത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കലി ബയോളജി ഭയങ്കര ടഫാണെന്ന് തോന്നും. ആക്ച്വലി ഇവിടെ ഒരു സബ്ജക്റ്റും ടഫല്ല. നമ്മൾ ഏത് സബ്ജക്റ്റാണോ നമ്മൾ കൂടുതൽ പഠിക്കുന്നത് ചിലപ്പോൾ ആ സബ്ജക്റ്റ് നമുക്ക് ഈസി ആയിട്ട് അടുത്ത എക്സാമിന് തോന്നും. അപ്പം 3 സബ്ജക്റ്റും ഈക്വലി ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ഈക്വലി ഇമ്പോർട്ടൻസ് റിവിഷനും കൊടുത്ത് അറിയാത്ത ചാപ്റ്റേഴ്സ് പഠിക്കുന്നതും എല്ലാം നിങ്ങളൊരു പ്ലാൻഡ് ആയിട്ട് മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഈ 2 മാസം നിങ്ങൾക്ക് അടിപൊളിയായിട്ട് റിവൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ നല്ലൊരു കോളേജിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാൻ സാധിക്കും. നിങ്ങളെ പാരൻസൊക്കെ കാത്തിരിക്കുന്ന നിങ്ങൾക്ക് ആ പ്രൗഡ്ഫുൾ ആയിട്ടുള്ള ഒരു റിസൾട്ട് നിങ്ങൾക്ക് അവർക്ക് വേണ്ടി കൊടുക്കാൻ വേണ്ടി പറ്റും. സോ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കാം. ഓൾ ദി ബെസ്റ്റ്.